ലഹരി ഉപയോഗം സോഷ്യൽ മീഡിയയിൽ ബ്ലോഗർ അബ്ദുൽ ഹക്കീം പിടിയിൽ. ലൈവിൽ ലഹരി ഉപയോഗിച്ചതിനെ തുടർന്ന് മലയാളി ബ്ലോഗർ UAE-യിൽ പിടിയിലായിട്ടുണ്ട്. എൻ്റെ കാസറ്റ് എന്ന പേരിൽ ബ്ലോഗ് ചെയ്യുന്ന അബ്ദുൽ ഹക്കീമാണ് പിടിയിലായത്. മുൻപും കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളാണ് അബ്ദുൽ ഹക്കീം. ലൈവിൽ ലഹരി ഉപയോഗം പുറത്തു വന്നതോടുകൂടിയാണ് ഹക്കീമിൻ്റെ യഥാർത്ഥ മുഖം പുറത്തു വരുന്നത്. രഞ്ജിത്ത് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുകയാണ്. രഞ്ജിത്ത്, അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ സ്വയം ഇൻസ്റ്റഗ്രാം ജഡ്ജി എന്ന് വിശേഷിപ്പിക്കുന്ന ഒരാളാണ് ഇയാൾ. അതായത് നന്മയങ്ങ് വാരി വിതറുകയാണ്. പക്ഷേ കയ്യിലിരിപ്പ് ഇതായിരുന്നു അല്ലേ രഞ്ജിത്ത്? തീർച്ചയായും അബ്ദുൽ ഹക്കീമിൻ്റെ കയ്യിലിരിപ്പ് അല്ലെങ്കിൽ ഒരു യഥാർത്ഥ മുഖം എന്താണ് എന്നാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. നേരത്തെ ഇയാൾ ലഹരി മാഫിയയുമായി ബന്ധമുണ്ട് എന്ന തരത്തിൽ ആരോപണങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു. പക്ഷേ അതിനൊന്നും കൃത്യമായൊരു തെളിവുണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു ലൈവ് സ്ട്രീമിലൂടെ തന്നെ എന്താണ് അബ്ദുൽ ഹക്കീം എന്ന് കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലായിരിക്കുകയാണ്. ഈ ലഹരി ഉപയോഗിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ ഇയാളുടെ കൈ ലാപ്ടോപ്പിൽ തട്ടിയതാണ് വിനയായത്. ആ ലഹരി ഉപയോഗിക്കുന്ന ദൃശ്യങ്ങൾ ലൈവ് സ്ട്രീമായി പുറത്തേക്ക് വന്നു. ഇത് നിരവധി ആളുകൾ കണ്ടു. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ ദൃശ്യങ്ങൾ വൈറലായി മാറുകയും ചെയ്തു. ഇതിന് പിന്നാലെ ഇത് പലതരത്തിലുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ പലരും ഇദ്ദേഹത്തെ ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തു. അതിന് പിന്നാലെ ഈ പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കിയതിന് പിന്നാലെ UAE വിടാനുള്ള ഒരു ശ്രമവും ഈ അബ്ദുൽ ഹക്കീം നടത്തി. പക്ഷേ അതിനിടയിൽ തന്നെ ഷാർജ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ അബ്ദുൽ ഹക്കീമിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഈ ലഹരി മാഫിയയ്ക്കെതിരെ നിരന്തരം ഈ പോസ്റ്റുകൾ ഇടുകയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്ററുകൾ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്ന ഒരാളാണ്. ഈ അബ്ദുൽ ഹക്കീം തന്നെ സ്വയം വിശേഷിപ്പിച്ചിരുന്നത് ലഹരി മാഫിയയ്ക്കെതിരെ പോരാട്ടം നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി താനാണ്. ഒപ്പം തന്നെ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ നിരന്തരം പോരാട്ടം നടത്തുന്ന വ്യക്തി താനാണ് എന്ന് സ്വയം വിശേഷിപ്പിക്കുകയായിരുന്നു അബ്ദുൽ ഹക്കീം. ഇപ്പോൾ ബംഗളൂരുവിലെ ലഹരി മാഫിയയ്ക്കെതിരെ ഉള്ള ബ്ലോഗുകൾ അല്ലെങ്കിൽ അത്തരം റീലുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചുകൊണ്ടാണ് ഇയാൾ ജനശ്രദ്ധ നേടുന്നത്. അതിന് പിന്നാലെ വലിയ രീതിയിലുള്ള ഫോളോവേഴ്സും സോഷ്യൽ മീഡിയയിൽ ഈ അബ്ദുൽ ഹക്കീമിന് ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ ഇതിനിടയിലും ഇയാൾക്കെതിരെ നിരവധി ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. കേരളത്തിലടക്കം നിരവധി കേസുകൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഇയാളുടെ ഒരു ജനപ്രീതിക്ക് ഒരു കുറവ് വന്നിട്ടുണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ ആരോപണങ്ങളെയൊക്കെ അദ്ദേഹം അല്ലെങ്കിൽ വേറൊരു രീതിയിലൊക്കെ മറികടക്കുന്ന ഒരു രീതിയാണ് പിന്തുടർന്നിരുന്നത്. ഇപ്പോൾ ഈ കൂടുതൽ വിവരങ്ങൾ അബ്ദുൽ ഹക്കീമിനെതിരെ കേസുകളുടെ കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. കേരളത്തിൽ ഇയാൾക്ക് നിരവധി കേസുകളുണ്ട്. ഒരു പെൺകുട്ടിയെ സമൂഹ മാധ്യമത്തിലൂടെ അപമാനിച്ചതിന് ആ പെൺകുട്ടി കൊച്ചി പോലീസിൽ പരാതി നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടൊരു കേസ് നിലവിലുണ്ട്. ഒപ്പം തന്നെ ഒരു കേസിൽ ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി പോലീസ് എത്തിയപ്പോൾ ഈ പോലീസ് വാഹനം നശിപ്പിക്കുന്ന ഇറക്കാൻ ശ്രമിച്ചു. മറ്റൊരു കേസുണ്ട്. കർണാടകയിലും ഇയാൾക്കെതിരെ കേസുണ്ട് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. എന്തായാലും ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ലഹരി മാഫിയയ്ക്കെതിരെ നിരന്തരം പോരാട്ടം നടത്തുന്നു എന്ന് അവകാശപ്പെട്ടിരുന്ന അബ്ദുൽ ഹക്കീമിന്റെ ഒരു യഥാർത്ഥ മുഖം, യഥാർത്ഥ ചിത്രം എന്താണ് എന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. തന്നെയാണ് രഞ്ജിത്ത്. അപ്പോൾ ഈ രണ്ട് മുഖം, ഓൺലൈനിലും ഓഫ്ലൈനിലും രണ്ട് മുഖം, രണ്ട് സ്വഭാവം. ഓൺലൈനിൽ നന്മ വാരി വിതറുക, ഓഫ്ലൈനിൽ ഉഡായിപ്പ് പണികൾ നടത്തുക. ഓൺലൈനിലൂടെ ലഹരിക്കെതിരായിട്ടുള്ള പോരാളിയായി ചമയുക, ഓഫ്ലൈനിൽ ലഹരി വലിച്ചു കയറ്റുക. ഓൺലൈനിൽ പല ആളുകൾക്കെതിരെയും കഴിയാവുന്ന തരത്തിലെല്ലാം ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള അപവാദ പ്രചരണങ്ങൾ നടത്തുക. ഓഫ്ലൈനിൽ ചെന്ന് അവരോട് പണം വാങ്ങി, അവരോട് പണം ചോദിച്ച് അവരെ ഭീഷണിപ്പെടുത്തി ആ വീഡിയോ റിമൂവ് ചെയ്യുക. പല സിനിമാ താരങ്ങളുടെ കയ്യിൽ 25 ലക്ഷം രൂപ വരെ ഇയാൾ വാങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം തെളിവ് സഹിതം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിട്ടുള്ള കാര്യങ്ങളാണ്. എന്താണെങ്കിലും ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ബ്ലൈൻഡായി, അന്ധമായി വിശ്വസിച്ച് ഇവരുടെ പുറകെ പോകുന്ന, ആരാധിക്കുന്ന സ്വഭാവം എല്ലാവരും നിർത്തിയാൽ നല്ലതായിരിക്കും.